കണ്ണേട്ടാ, അയ്യോ കണ്ണേട്ടാ, എന്തുപറ്റി കണ്ണേട്ടാ? എന്തുപറ്റി കണ്ണേട്ടാ? എനിക്ക് തീരെ വയ്യ. അയ്യോ, എന്താ വോമിറ്റ് ചെയ്യണോ? അയ്യോ, കണ്ണേട്ടാ, ഇവിടെ വോമിറ്റ് ചെയ്യാം. എനിക്കൊന്ന് പുറത്തു പോയി വോമിറ്റ് ചെയ്താൽ മതി. കണ്ണേട്ടാ, വോമിറ്റ് ചെയ്യണോ? കണ്ണേട്ടാ, ദാ. കണ്ണേട്ടാ, നമുക്ക് ആശുപത്രി വല്ലതും പോണോ? എന്താ എന്താ എന്ത് പറ്റിയേ? കണ്ണേട്ടിന് മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോ വല്ലാത്തൊരു തളർച്ച. കണ്ണേട്ടാ, നമുക്ക് ആശുപത്രി പോകാം കണ്ണേട്ടാ. അമ്മ എന്താ? മരുന്നുള്ളിലേക്ക് ചെന്നില്ല, അതിനു മുമ്പേ കണ്ണിന് വയ്യാതെയായി. കണ്ണേട്ടാ, ഹോസ്പിറ്റലിലേക്ക് പോണോ? അവള് ആവശ്യമില്ലാത്ത മരുന്നൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നോ? എടീ, നീ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? നിനക്ക് കണ്ണനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാ പോരെ? എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. കണ്ണേട്ടൻ ഒരുമാതിരിപ്പെട്ട മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മനം പുരട്ടാറുണ്ട്. മോനെ കണ്ണ, ഹോസ്പിറ്റലിൽ പോണെങ്കി പോടാ. ഹോസ്പിറ്റലിൽ പോണ്ട, ഇതിന്റെ പേരിൽ മനസ്സമാധാനം ഇല്ലാക്കായിരുന്നാ മതി. എന്റെ അല്ല, ഇയാളുടെ. ഒരാൾ പോലും ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത്. അയാളെ കൊല്ലാൻ വേണ്ടിയായിരിക്കും അവള് മരുന്ന് കൊടുക്കുന്നത്. അവൾക്ക് അല്ലാതെ അയാളുടെ അടുത്തുനിന്ന് പോവാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെയെങ്കില് അങ്ങനെ അങ്ങ് ചെയ്യട്ടെ മോളെ. അതോടെ അവൾ ഇവിടുന്ന് പടിയിറങ്ങി പോവുമല്ലോ. ഇനി അത്ര പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല അമ്മേ. കണ്ണേട്ടൻ പോയി കഴിഞ്ഞാ കണ്ണേട്ടന്റെ ഭാര്യ എന്ന നിലയിൽ കണ്ണേട്ടന്റെ സ്വത്തിനുമേൽ അവർക്ക് പിന്നെ അവകാശം കാണില്ലേ? എന്ത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ അവളെ നമ്മൾ ഇവിടുന്ന് അടിച്ചിറക്കും. ഇല്ലെങ്കിൽ അവളെയും കണ്ണന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അതിനൊക്കെ നിന്റെ അമ്മാവനും അമ്മായി അച്ഛനും ഒക്കെ കഴിവുണ്ടെന്നാ എന്റെ വിശ്വാസം.
പറഞ്ഞില്ലായിരുന്നു എനിക്ക് മരുന്ന് വേണ്ടാന്ന്. അതൊട്ടും മനസ്സിൽ പിടിച്ചില്ല. അതുകൊണ്ടാ എല്ലാം പുറത്തേക്ക് പോയത്. വിഷമായ മഹിക്ക്? ഇല്ല, കണ്ണേട്ടനൊരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ മരുന്ന് തന്നത്. അത് കഴിക്കാതായ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. തനിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ എന്നും ഇതാണ് അവസ്ഥയെങ്കിൽ ഞാൻ തളർന്നു പോകുമല്ലോ. ഞാൻ അതിനേക്കാളും തളർന്നു പോയ എന്റെ കണ്ണേട്ട. താനെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല കണ്ണേട്ട. കണ്ണേട്ടൻ ഉറങ്ങിക്കോ.